നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 എന്ന വർഷത്തിൻ്റെ അവസാന മാസത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. 2024 സാമ്പത്തികമായി വളരെ ഉയർച്ച കിട്ടാത്തവരായിരിക്കും കൂടുതൽ ആളുകളും 2025 എന്ന വർഷത്തെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരും. 2024 കാര്യമായ ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയാതിരുന്നവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് 2025 എന്ന പുതുവർഷം. എന്നാൽ അതിനു മുൻപേ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. 2024 എന്ന വർഷത്തെ ഭാഗ്യം തരാത്ത വർഷം എന്ന് മാത്രം അങ്ങനെ പറഞ്ഞ് നമ്മൾക്ക് അവഗണിച്ച് കളയാനും സാധ്യമാകില്ല. കാരണം 2024 എന്ന വർഷത്തിൻ്റെ ഏറ്റവും മഹത്തരമായ ഒരു മാസത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്, ഡിസംബർ മാസം. ഈ ഡിസംബർ മാസത്തിൽ വളരെ നേട്ടങ്ങളും ഭാഗ്യങ്ങളുമാണ് ചില രാശിക്കാരെ, ചില നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്, പുതുവർഷത്തിന് മുന്നോടിയായിട്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം എന്തെന്നാൽ ഡിസംബർ മാസം, അതായത് വരുന്ന അടുത്ത മാസത്തിൽ ഒന്നിലധികം പ്രധാന ഗ്രഹങ്ങളാണ് രാശിമാറ്റത്തിനായി തയ്യാറെടുക്കുന്നത്. സൂര്യനും ചൊവ്വയും അടക്കം 4 ഗ്രഹങ്ങളാണ് ഡിസംബറിൽ രാശിമാറ്റത്തിന് ഒരുങ്ങുന്നത്. ചില ഗ്രഹങ്ങൾ രാശിമാറ്റം നടത്തുന്നത് നിമിത്തം വളരെയേറെ ഭാഗ്യത്തിനാണ് ഒരു നാഴികക്കല്ല 2024 ഡിസംബർ മാസം ഒരുങ്ങാൻ പോകുന്നത്. അതിൻ്റെ തുടർ ഭാഗ്യം 2025 ഉണ്ടാകുമെന്നതാണ്. അപ്പോൾ ഡിസംബർ മാസത്തോടു കൂടി തന്നെ ഒരു ഭാഗ്യം തുടങ്ങുന്ന 2025 വരുന്നതിന് മുന്നായിട്ടുള്ളതാണ് 2024 അവസാന മാസമായ ഡിസംബർ മാസം. ആ ഡിസംബർ മാസത്തിലൂടെ തന്നെ ഭാഗ്യം തുടങ്ങാൻ പോകുന്ന ചില രാശിക്കാരുണ്ട്. അവരാരൊക്കെയെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ 2025 മുന്നോടിയായി 2024 എന്ന ഡിസംബർ മാസം, അവസാനമായ ഡിസംബർ മാസത്തിലൂടെ തന്നെ ഭാഗ്യത്തിലേക്ക് കടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ നിന്ന് തന്നെ ഭാഗ്യം തുടങ്ങാൻ പോകുന്ന ആ ഭാഗ്യശാലികളായ രാശിക്കാരിൽ ആദ്യത്തെ രാശി തന്നെ മേടം രാശിയാണ്. അശ്വതി ഭരണ കാർത്തിക ആദ്യ ഭാഗം വരുന്ന മേടം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ഡിസംബർ മാസത്തോടു കൂടി തന്നെ ശുഭകരമായ പല കാര്യങ്ങൾക്കും തുടക്കമാകാൻ പോവുകയാണ്. ഡിസംബറിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്കത് ജീവിതത്തിൽ പ്രാവർത്തികമായി മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. ശുഭകരമായ പല വാർത്തകളും നിങ്ങൾക്ക് ശ്രവിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടാകും. സമൂഹത്തിൽ അന്തസ്സ്, മാന്യത, ബഹുമാന്യത ഇതൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ അഭിവൃദ്ധി ഉണ്ടാക്കുവാൻ ഈ സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ജോലിക്കായി അന്വേഷിക്കുന്ന ആളുകൾക്ക് പുതിയ ജോലി ലഭിക്കാനും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ മേന്മയും നേട്ടവും ലഭിക്കാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ കർമ്മമേഖലയിൽ തന്നെ ഒരു വഴിത്തിരിവാകുന്ന ഒരു മാസം കൂടിയായിരിക്കും 2024 അവസാന മാസമായ ഡിസംബർ. വളർച്ചയും നേട്ടവും ഒക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. വിദേശത്ത് തുടർ പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാ തടസ്സങ്ങളും അകലുന്ന ഒരു സമയമായിരിക്കും ഡിസംബർ മാസം. തീർത്ഥാടന യാത്ര, ആത്മീയ യാത്ര, ആത്മീയപരമായ കാര്യങ്ങൾ എന്നിവയ്ക്കൊക്കെ താല്പര്യം ജനിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. പുതിയ ഗ്രഹം, പുതിയ വാഹനം, ഭൂസ്വത്ത് എന്നിവ ലഭിക്കാനുള്ളൊരു ഭാഗ്യം കൂടി മേടം രാശിക്കാർക്ക് ഈ ഡിസംബർ മാസത്തിൽ ഉണ്ടാകുന്നുണ്ട്. അനുകൂലമായ പല കാര്യങ്ങളും നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. ഏറെക്കാലമായി അലട്ടിയിരുന്ന സാമ്പത്തിക ബാധ്യതകളിൽ നിന്നൊക്കെ ഒഴിയാനുള്ള, അതായത് സാമ്പത്തികമായി നിങ്ങൾക്ക് ഒരു കടം വാങ്ങിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിൽ അത് കൊടുത്തു തീർക്കാനും അതിൽ നിന്നൊക്കെ ഒരു മോചനം നേടാനും കഴിയുന്ന ഒരു സമയത്തിനാണ് ഈ 2024 അവസാന മാസമായ ഡിസംബർ മാസത്തിലൂടെ മേടം രാശിക്കാർ തുടക്കത്തിനായി ഒരുങ്ങുന്നത്. അടുത്ത രാശി ചിങ്ങമാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന ചിങ്ങം രാശിക്കാർക്ക് ഡിസംബർ വളരെ ഭാഗ്യദായകമാണ്. അതുകൊണ്ട് തന്നെ ചിങ്ങം രാശിക്കാർ ഭാഗ്യശാലികളായ രാശിക്കാർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അനവധി സന്തോഷവും സമാധാനവും കൂടിയുള്ള ഒരു ജീവിതമായിരിക്കും ഡിസംബർ മാസം മുതൽ ഈ ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തെ കാത്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാനും അധിക വേതനം ലഭിക്കാനും, വേതനം കിട്ടാതെ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് അത് വീണ്ടും കിട്ടി തീർക്കാനും, കുടിശ്ശികയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനും കിട്ടി സന്തോഷത്തോടെ ഇരിക്കാനുമുള്ളൊരു ഭാഗ്യം ഈ സമയത്ത് കാണുന്നുണ്ട്. ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. അത് കൃത്യമായി ചെയ്തു തീർക്കാൻ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. സമൂഹത്തിൽ പേരും പ്രശസ്തിയും മാന്യതയും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഇനി ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ വളരെ ഗുണകരമായ ഒരു മാസം കൂടിയാണ്. ക്രിസ്മസ് മാസമാണ്. അതുകൊണ്ട് തന്നെ കച്ചവടമൊക്കെ വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു സമയം കൂടിയാണ്. ഇനി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇത്രയും രാശിക്കാർക്ക് ഡിസംബർ മാസം വിദേശ ഭാഗ്യം വളരെ നന്നായി തെളിയുന്ന ഒരു സമയമാണ്. ഭവനത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം കൂടി ഡിസംബർ മാസത്തോടു കൂടി ആഗമനം ഉണ്ടാകുന്ന സമയമാണ്. ഇനി പ്രണയിക്കുന്നവരുടെ കാര്യത്തിലേക്ക് അടയ്ക്കുവാണെങ്കിൽ പ്രണയ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുകയും നിങ്ങൾക്ക് ഒത്തൊരുമിക്കാനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്യുന്ന ദാമ്പത്യ ജീവിതം, അതായത് വിവാഹിതരായ പങ്കാളികൾക്കിടയിൽ സന്തോഷവും സൗഹൃദവും
സഹവർത്തിത്വം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ദാമ്പത്യത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള തകർച്ചകൾ അല്ലെങ്കിൽ ഒത്തൊരുമയില്ലാത്ത അവസ്ഥയൊക്കെ മാറി ഒത്തൊരുമയോട് കൂടി മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഡിസംബർ മാസത്തോടു കൂടി തുടങ്ങാൻ പോകുന്നത്. അടുത്ത രാശി കന്നിയാണ്. ഉത്രം അവസാനം മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന കന്നിരാശിയിൽ ജനിച്ചവർക്ക് ഡിസംബർ മാസം നിരവധി നേട്ടങ്ങളും ഗുണങ്ങളും നൽകുന്ന ഒരു മാസം തന്നെയായിരിക്കും. സമൂഹത്തിലും സ്വന്തം ഗൃഹത്തിലും തന്നെ ഇവർക്ക് മതിപ്പും ബഹുമാന്യത തങ്ങളുടെ മക്കളുടെ ഇടയ്ക്കിലായാലും അല്ലെങ്കിൽ പൊതുമധ്യത്തിലായാലും എല്ലാം ഇവരുടെ കാര്യങ്ങൾ പ്രശംസ ലഭിക്കാനും ആദരിക്കാനും ഒക്കെയുള്ള അവസ്ഥകൾ വന്നു ചേരുന്നതാണ്. തിളങ്ങാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇനി കോടതി കേസ് വഴക്ക് തർക്കങ്ങളിൽ എന്നൊക്കെ ഇടപെട്ടിട്ടുള്ള ആളുകളുണ്ടാവും. അതിനായിട്ടൊരു തീർപ്പ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഡിസംബർ മാസത്തിൽ നിന്ന് തീർപ്പ് ലഭിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യ കാര്യങ്ങൾ വളരെ മെച്ചപ്പെടുന്ന സമയം കൂടിയാണ്. ഇനി അവിവാഹിതരായ അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത ആളുകളുണ്ടെങ്കിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തമയായ ഇണയെ പാർട്ണറെ കിട്ടാനുള്ളൊരു ഭാഗ്യം കൂടി ഈ ഡിസംബർ മാസത്തിൽ തുടങ്ങുന്നതാണ്. പുതിയ ധനപരമായ പല മാർഗ്ഗങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു എത്തുന്ന ഒരു സമയം കൂടിയാണ്. ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വളരെ ലാഭത്തിൻ്റെ നേട്ടത്തിൻ്റെ ഒരു സമയം കൂടിയായിരിക്കും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക്, അതായത് കന്യരാശിക്കാർക്ക് ഈ ഡിസംബർ മാസം മുതൽ തുടങ്ങാൻ പോകുന്നത്. അടുത്തത് തുലാം രാശിയാണ്. ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യം മുക്കാൽ ഭാഗം വരുന്ന തുലാം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ഡിസംബർ മാസം ഭാഗ്യദായകമായ ഒരു മാസം തന്നെയാണ്. വരുമാനത്തിൽ വർധനവ് ഉണ്ടാവുകയും ധനപരമായ പുതിയ മാർഗ്ഗങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരികയും പുതിയ ധനസ്രോതസ്സുകൾ തെളിഞ്ഞു വരികയും സാമ്പത്തിക സ്ഥിതിയിൽ ഒരു ഭദ്രതയൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഡിസംബർ മാസം കൊണ്ട് തുടങ്ങാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്കായിരിക്കും വളരെയേറെ ഗുണകരമായി ഭവിക്കുന്നത്. വലിയ വലിയ സന്തോഷങ്ങളും സമാധാനപരമായ അന്തരീക്ഷമൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമയമാണ് ഡിസംബറോട് കൂടി ഉണ്ടാകാൻ പോകുന്നത്. പുതിയ ആളുകളുമായി പരിചയബന്ധം സ്ഥാപിക്കാനും ഇപ്പോൾ ആരെങ്കിലുമായി നിങ്ങൾ അകന്നു നിൽക്കുന്നെങ്കിൽ അവരുമായി വീണ്ടും അടുക്കുവാനും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് തുലാം രാശിക്കാർക്ക് ഡിസംബർ മാസം മുതൽ ആരംഭിക്കുവാനായി ഒരുങ്ങുന്നത്. അടുത്തത് മീനം രാശിയാണ്. പുരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ഡിസംബർ മാസം മുതൽ തുടങ്ങുവാനായി പോകുന്നത്. നിങ്ങൾ ഒരുപാട് കാലമായി കൊണ്ടു നടക്കുന്ന മനസ്സിലേറ്റി നെഞ്ചിലേറ്റി കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളൊക്കെയും പൂവണിയിക്കാൻ അതുവഴി സന്തോഷിക്കാൻ കഴിയുന്ന ഒരു അവസരത്തിനാണ് നന്ദി കുറിക്കാൻ പോകുന്നത്. ഇനി ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നേട്ടത്തിൻ്റെ സമയം തന്നെയായിരുന്നു. ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ഈ നവംബർ മാസം അവസാനമായപ്പോഴും വളരെ ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ബിസിനസ്സുകാരുണ്ടെന്ന് നിർത്തിയാലോ എന്ന് ആലോചിക്കുന്ന ആളുകളുണ്ട്. വേഗത്തിൽ എടുത്തുചാടി തീരുമാനങ്ങളിലേക്കൊന്നും പോകേണ്ട. ഡിസംബർ മാസം വരെ ഒന്ന് കാത്തിരിക്കുക. ഇനി കുറച്ച് ദിവസങ്ങൾ, ഒരാഴ്ചയുടെ ദൂരം മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ചെറിയ മെച്ചങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ടൊക്കെ ആശങ്കകളുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, ജോലി അങ്ങനെ തുടങ്ങി ആശങ്കകളൊന്നും വേണ്ട. ഡിസംബർ മാസം മുതൽ നിങ്ങളുടെ ആശങ്കകൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇനി രാഷ്ട്രീയക്കാർക്ക് ഒക്കെ വളരെ അനുകൂലമായ, ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഒക്കെയും വളരെ അനുകൂലം, കീർത്തി പ്രശസ്തിയൊക്കെ ലഭിക്കുന്നതിനുള്ള അവസരം കൂടി ഡിസംബർ മാസം മുതൽ ഉണ്ടാകുന്നതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഡിസംബർ മാസം 2025 പുതുവർഷം 2024 കഴിഞ്ഞ് ഇനി ജീവിതത്തിൽ ഇതുവരെ വിഷമമാണ്, ഇനി കഴിയാൻ പോകും, ഇനി 2025 വരട്ടെ, അതിന് എങ്ങനെയാണോ നമുക്ക് നോക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചിന്തിക്കാൻ വരുന്നതിന് മുമ്പ് അറിയുക 2024 ഡിസംബർ തന്നെ വളരെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തെ വെറുതെ പഴിക്കേണ്ട. ഈ ഡിസംബർ അത്രത്തോളം ഭാഗ്യദായകമായിട്ടാണ് ഓരോ രാശിക്കാരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാനായി ഒരുങ്ങുന്നത്.